നോക്കൂ, നമ്മളെപ്പോഴും മസ്കറ്റ് ഫ്ലവർ ഫെസ്റ്റിവലിലാണ്. അപ്പോൾ ഈവനിങ് നോക്കുന്ന രസാലെ കാണാൻ. നമ്മൾ പാർക്കിലെ എല്ലാ ഏരിയയിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ മസ്കറ്റ് ഫ്ലവർ ഫെസ്റ്റിവലിന് മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എക്സിബിഷൻസ് ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഡിഫറെൻറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ ഓരോ കൺട്രീസിൻ്റെയും കൗണ്ടേഴ്സിലൂടെ നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഓരോ സ്പെഷ്യൽ അവരുടെ ഓരോ സ്പെഷ്യൽ കൾച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കൂ, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഓരോ കൗണ്ടേഴ്സ് നടന്നു. അവസാനം നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ കൗണ്ടറിലെത്തിയിട്ടോ. അപ്പോൾ നിറയെ ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് കൺട്രീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് നമുക്ക് പോയി നോക്കാം, ഇന്ത്യയുടെ കൗണ്ടറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ്സ് അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ പാനിപ്പൂരി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് വെച്ചിട്ടുണ്ട് ഓരോ കൗണ്ടേഴ്സിലും. അതുപോലെ തന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ്, തമിഴ്നാട്, കേരള, അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ സ്ട്രീറ്റ്സുകൾ, ഓരോ ഡിഫറെൻറ്റ് സ്ട്രീറ്റ്സിൻ്റെയും സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ പാലക്കാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ നോക്കൂ, നമ്മുടെ ബീഹാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്, അവരുടെ അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ കൗണ്ടേഴ്സിൽ. അപ്പോൾ നമുക്ക് ഫാൻസി ഉണ്ട്, അതുപോലെ ഡ്രസ്സുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫാൻസി നോക്കും മാലകൾ, അതുപോലെ തന്നെ നമ്മുടെ കുർത്ത, ഭയങ്കര വർക്കുള്ളതൊക്കെയാണ്. പിന്നെ ബീഹാർ ഫുഡ്സ്. അപ്പോൾ നമ്മളിവിടെ കാശ്മീരി ഷോള്, ഇവിടെ നല്ല തണുപ്പ് സമയമാണല്ലോ, അപ്പോൾ നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഷോളിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ഷോൾസ് വാങ്ങിക്കുകയാണ്. അപ്പോൾ എനിക്കും മമ്മിക്കും ഓരോ ഷോൾസ് വീതം വാങ്ങിച്ചു. പിന്നെ നമ്മൾ സിറിയ, അങ്ങനെ ഓരോ കൺട്രിയുടെയും ഓരോ എക്സിബിഷൻ കൗണ്ടേഴ്സിൽ നമ്മളിങ്ങനെ ജസ്റ്റ് പോയി നോക്കിയിട്ടോ. അപ്പോൾ ഈ സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വൈകിട്ട് നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4 o'clock വന്നതാണ്, ഇപ്പോൾ ഒരു 7 o'clock ആയി. അപ്പോൾ പലതരത്തിലുള്ള പല ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഓരോ കൗണ്ടേഴ്സിലും. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാത്തിലും ഒന്നും കയറിയില്ല. 1-2 ഇതിൽ എക്സിബിഷൻ കൗണ്ടേഴ്സിൽ മാത്രമേ കയറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. നോക്കൂ, എന്ത് രസം നോക്കി. നമ്മൾ വൈകിട്ട് കയറിയൊക്കെയാണ് വന്നത്. അപ്പോൾ ഇപ്പം നൈറ്റ് ആയപ്പോഴേക്കും നല്ല ലൈറ്റ് ഡെക്കറേഷനൊക്കെ ആയിട്ട് നല്ല ലൈറ്റ്സൊക്കെ ഓണായപ്പോൾ നല്ല ഭംഗി. അതുകൂടാതെ നല്ല തിരക്ക് നോക്കി, എല്ലാവരും വന്നുകൊണ്ടിരിക്കുക, എന്ത് തിരക്കാന്ന് നോക്കി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയാകുമ്പോഴാണ് 12 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ പ്രോഗ്രാംസും ഒക്കെ. അപ്പോൾ രാത്രിയാണ് എല്ലാവരും പുറത്ത് ഇവിടെ കാണാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 12 മണി ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഒരു 7 o'clock ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എൻട്രൻസിലാണെങ്കിലും ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നോക്കി ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന വഴിയിൽ തന്നെ തിരിച്ച് എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ലൈറ്റ്സ് എന്ത് രസമാണ് നോക്കി കാണാൻ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എല്ലാവരും ഓരോ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ വേദക്കുട്ടന് ക്ഷീണമായി, എല്ലായിടത്തും കൂടി പോയിട്ട് അവൻ ടയേർഡായി. പക്ഷെ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ലൈറ്റ്സിലെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല അറേഞ്ച്മെൻറ്റ്സാണ്, ഫ്ലവർ ആയിക്കോട്ടെ എല്ലാം നല്ല ഭംഗിയിലാണ്. ഫസ്റ്റ് ടൈമാണ് ഫ്ലവർ ഫെസ്റ്റിവലിൽ പോകുന്നത് തന്നെ. ഇവിടെയും ഫസ്റ്റ് ടൈമാണിത് കോർഡിനേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കി ആ ഫ്ലവേഴ്സൊക്കെ എന്ത് രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയിലായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, നല്ല തിരക്കാണ്, എല്ലാവരും ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കാണ്. അപ്പോൾ തിരക്ക് വന്നുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എൻട്രൻസിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ എല്ലാവരും വരുന്നു, കുറേ പേര് തിരിച്ചു പോകുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട്. അതാ നമ്മൾ എൻട്രൻസിലെത്തി നോക്കി എന്ത് തിരക്കാണ്. നമ്മൾ വൈകിട്ട് വന്നതിനേക്കാൾ തിരക്കാണ്. ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ വണ്ടി കിട്ടാൻ വേണ്ടി ഒരുപാട് ദൂരെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വണ്ടി എടുത്ത് പോകാൻ ഒരുപാട് നടക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ അടുത്ത് കൂടെ അവിടുത്തെ എത്തി. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ
നമുക്ക് പുറത്ത് പോയിട്ട് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ശ്രീ ശരവണയിൽ പോയിട്ട് നന്നായിട്ട് നല്ലൊരു മസാല ദോശ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു.